അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചേരൻ സാറിൻ്റെ തിരുമണം എന്നൊരു പടം ചെയ്തു. അതും ഇതുപോലെ തന്നെ കോയമ്പത്തൂരായിരുന്നു ഷൂട്ട്. അപ്പോൾ ഒരു ദിവസം എന്നെ ഒരു കൺട്രോളർ വിളിച്ചു, ഇങ്ങനെ സീമാജി നായരാണോ? ഞാൻ പറഞ്ഞു അതെ, അത് ഇങ്ങനെ ചേരൻ സാറിൻ്റെ പടത്തിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ നിങ്ങളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഷൂട്ടിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, കോയമ്പത്തൂരാണ്. അപ്പം നമ്മുടെ സീത, തമിഴ് നടി സീതയാണ് ഇവർ ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ചേരൻ സാറിൻ്റെ അമ്മയുടെ കഥാപാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സീതയ്ക്ക് എന്തോ പിന്നെ പെട്ടെന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം വീണ്ടും അന്വേഷണം പോയി അതിലെ നായിക കാവ്യ എന്ന് പറയും, നമ്മുടെ കാവ്യയല്ല, വേറൊരു കാവ്യ, പുതിയ കുട്ടിയാണ്. ആ കുട്ടി ആയിരുന്നു അതിലെ ഹീറോയിൻ. അപ്പം ആ കുട്ടിയോട് ചോദിച്ചു മലയാളത്തിൽ അന്ന് നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം കുഞ്ഞിരാമായണത്തിൻ്റെ കുറച്ച് പോർഷൻസ് ഈ കുട്ടി സാറിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് വരാൻ പറയുമോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് കോയമ്പത്തൂർക്ക് പോയി. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഞാനൊരു ജീൻസും ടോപ്പും ഇട്ടിട്ടാണ് അവിടെ ചെന്ന് പുള്ളി എന്നെ കണ്ടപ്പോൾ പുള്ളി ഒന്ന് ഞെട്ടി. ഞാൻ ഇവരെ അല്ലല്ലോ അവിടെ കണ്ടത്, മറ്റേതിൽ കണ്ടത്. അയ്യോ ഇത് ശരിയാവില്ല. അപ്പം കാവ്യയെ വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ ഇത് ശരിയാവത്തില്ല, ഇതെങ്ങനെ എൻ്റെ അമ്മയായിട്ട് ശരിയാവും, അത് ശരിയാവില്ല, അയ്യോ നമുക്ക് അത് വേണ്ട, അപ്പോൾ അതെന്തെങ്കിലും വേറെന്തെങ്കിലും കാരണം പറഞ്ഞ് അത് വിട്ടേക്കാം, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞാനവിടെ ചെല്ലുകയും ചെയ്തു. തിരിച്ചു പോന്നാൽ എനിക്ക് നാണക്കേടാ, കാരണം ഇവിടെ കൊട്ടിക്കൊഴിച്ചിട്ടാണ് പോയിരിക്കണേ. ചരൺ സാറിൻ്റെ പടത്തിൽ പിന്നെ നല്ല വേഷമാണെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടുന്ന് പോയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സാറേ, ഈ ഡ്രസ്സിൽ കണ്ടിട്ട് സാറിനൊന്നും തോന്നണ്ട, സാറ് എന്ത് വേഷമാണ് എനിക്കിവിടുന്ന് സാറ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഡ്രസ്സൊന്ന് എനിക്ക് തരാമോ, ആ രീതിയിൽ ഒന്ന് റെഡി ആയിട്ട് ഞാൻ സാറിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാം, ഈ ജീൻസും ടോപ്പും ഇട്ടത് കൊണ്ട് സാറിനൊന്നും തോന്നണ്ടെന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നിട്ട് പറഞ്ഞു ആ ശരി ഓക്കെ എന്ന് പറഞ്ഞ് വേഗം കോസ്റ്റ്യൂമറെ വിളിച്ചു. അപ്പം ഞാൻ വിധവയായിട്ട്, എനിക്ക് ഹസ്ബൻഡില്ല. അപ്പം ഈ വെള്ള റൗക്ക പോലത്തെ ഒരു ബ്ലൗസും ഇട്ട്, ഒരു പഴയ കോട്ടൺ സാരി ഉടുത്ത്, ഭസ്മക്കുറി ഇട്ട്, മുടി ഇങ്ങനെ വടിച്ച് നടുവേ ചീവി മുടി ഇങ്ങനെ വടിച്ച് ഉണ്ട കെട്ടി, ഒരു നമ്മുടെ ഈ രുദ്രാക്ഷം പോലത്തെ ഒരു മാലയിട്ട് ഞാൻ ചെന്നപ്പോൾ പുള്ളി എന്നെ പെട്ടെന്ന് ഇങ്ങനെ നോക്കി, കുറച്ച് സമയം എടുത്തു. അപ്പോൾ പറഞ്ഞ് ആ ഇത് കറക്റ്റ് ലുക്കാ അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ നമുക്ക് 1-2 സീനും കൂടി ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു ആ എന്ന് പറഞ്ഞു. ഡയലോഗ്സ് പറഞ്ഞു തന്നപ്പോൾ ഞാനത് മലയാളത്തിൽ എഴുതിയെടുത്തു. കാരണം ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ തമിഴ് പറയുമ്പം ചിലപ്പോൾ അത് ശരിയായില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇനി ഈ ഒരു പടം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് മലയാളത്തിൽ എഴുതിയെടുത്ത് അത് പയ്യെ നോക്കി, പിന്നെ അവരെ കൊണ്ട് പയ്യെ അത് പ്രോംപ്റ്റ് ചെയ്യിപ്പിച്ചു. ആ ഒരു 2 സീൻ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും സാർ ഓക്കെ പറഞ്ഞു. ഇങ്ങനെ ചെന്നൈയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ ചെന്നൈയിൽ ചെന്ന സമയത്ത് എല്ലാവരും ഉണ്ട്. തമ്പിരാമയ്യ അവിടുത്തെ വലിയ ബെസ്റ്റ് കോമഡിയനാണ്, ഹീറോയിനുണ്ട്. പിന്നെ തമ്പിരാമയ്യ സാറിൻ്റെ മോൻ ഉമാപതിയാണ് ഹീറോ. അത് കഴിഞ്ഞിട്ട് ചരൺ സാറ്, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു ഇങ്ങനെ ഉള്ളി പൊളിച്ച് ഭർത്താവ് ചരൺ സാറിൻ്റെ ഫോട്ടോ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ചരൺ സാറിൻ്റെ ഫോട്ടോയിൽ നോക്കി പിന്നെ തിരിച്ച് വന്ന് ഈ മകനോട് പറഞ്ഞ്, അപ്പോൾ ട്രോളി ഷോട്ടാണ്, ഇവിടുന്ന് ഇങ്ങനെ ട്രോളി പൊയ്ക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കുറേ വലിയ ഡയലോഗ്സാണ്, 4 പേജോളം ഉണ്ട്. കാണാതെ പറയണം, അപ്പോൾ കാണാതെ പറയണം, അത് അമ്മ എന്നാണ് വിളിക്കുന്നത്, അത് അമ്മ കാണാതെ പറയണം, അമ്മ പഠിച്ചോണമെന്ന് പറഞ്ഞ്. അപ്പം ഇത് പറഞ്ഞ പോലെ പേടിയാണ്. ഇനി എത്ര സ്റ്റേജുകൾ ചെയ്താലും എത്ര സിനിമകൾ ചെയ്താലും എവിടെ ചെന്നാലും ഇപ്പോഴും നമ്മളൊരു പുതിയ ഒരു വർക്ക് ചെയ്യാൻ പോകുമ്പം നമുക്ക് വിറയ്ക്കും, നമ്മുടെ മുട്ടിടിക്കും. കാരണം എങ്ങനെയായിരിക്കും റിസൾട്ട്, എന്തായിരിക്കും അത് ഉണ്ടാവുക എന്നുള്ള നല്ല ടെൻഷനുണ്ട്. അപ്പം തമ്പിരാമയ്യ സാറ് അവിടെ ഇരുന്നുകൊണ്ട് ആർട്ടിലെ പയ്യനെ വിളിച്ച് എടേങ്കി വേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ വന്ന് എന്നാ സാറിന് ചോദിച്ചു. വെള്ളപ്പൂണ്ട് ഇരിക്കാ വെള്ളപ്പൂണ്ട് ഇരിക്കാ എന്ന് ചോദിച്ചു.
അപ്പോൾ ഈ കൊഞ്ചം ഇരുന്നത് അത് അമ്മക്ക് കൊടുത്ത്, അത് അമ്മക്കിട്ടേ കൊടുത്തെന്ന് പറഞ്ഞു. ഇത് പോരാ, അതായത് 2 കിലോ വാങ്ങി വെക്ക്, 2 കിലോ മേടിച്ച് വെച്ചോളാൻ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായില്ല, ഇതെന്തിനാ ഈ ആകെ 6 വെളുത്തുള്ളി പൊളിക്കുന്നതിന് ഈ 2 കിലോ എന്തിനാ മേടിച്ച് വെക്കുന്നത്, എന്താ പുള്ളി ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല. പുള്ളി ഉദ്ദേശിച്ചത് ഇതൊരു 15 ടേക്ക് പോകും, അപ്പോൾ വെളുത്തുള്ളി പൊളിച്ച് തീരും, അപ്പോൾ വീണ്ടും വെളുത്തുള്ളിക്ക് ഓടണ്ടല്ലോ, അതുകൊണ്ട് മേടിച്ചെല്ലാം റെഡിയാക്കി വെച്ചോ, ഷോർട്ട് റീടേക്ക് പോകുമ്പം നീ കുറച്ച് എടുത്തുകൊണ്ട് കൊടുത്താൽ മതി, അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ നാണം കെടാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ച് ഈ കാണാപ്പാഠം പഠിച്ച്, ഡയലോഗ്സ് കാണാപ്പാഠം പഠിച്ചപ്പം ചേരൻ സാറ് ചോദിച്ചു, അമ്മ ഓക്കെയാ? ഞാൻ പറഞ്ഞു ആ എന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് പേടിക്കുക, വിറച്ചിട്ട് എനിക്ക് പറ്റിൻ്റെത് അതൊന്നും എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല, വെറുതെ പറയുന്നതല്ല, അത്രയും ടെൻഷനാണ്. ഒന്നാമത് ഇപ്പുറത്ത് കളിയാക്കലുണ്ട്, 2 കിലോ വെളുത്തുള്ളി മേടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ആ എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഡയലോഗ് പറയാൻ പറഞ്ഞു. അങ്ങനെ വെളുത്തുള്ളി പൊളിച്ച് ഹസ്ബൻഡിൻ്റെ മുഖത്തോട്ട് നോക്കി, എൻ്റെ ബ്രദറായിട്ടാണ് തമ്പുരാമയ്യ സാറ്, ബ്രദറിനെ നോക്കി പറഞ്ഞ്, പിന്നെ മോള് നിൽക്കുന്നുണ്ട്, മോളോട് കാര്യങ്ങൾ പറഞ്ഞു. തിരിച്ചു വന്ന് മോൻ്റെ അടുത്ത് കുറച്ച് സംസാരിച്ച് ലാസ്റ്റ് ഇങ്ങനെ ചേരൻ സാറിൻ്റെ പടത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വിങ്ങി അവിടെ ഇങ്ങനെ കരയുവാണ്. അപ്പം കട്ട് പറയണില്ല. ഞാൻ വിചാരിക്കും ഇപ്പം ഡയലോഗും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ്, സീനും കഴിഞ്ഞു, ഷോട്ടും കഴിഞ്ഞ്, ചെയ്യാനുള്ളത് ചെയ്തിട്ടും സാറെന്താ കട്ട് പറയാത്ത, എനിക്ക് നിർത്താനും പറ്റത്തില്ല. അപ്പോൾ വീണ്ടും ഞാൻ ഈ വെളുത്തുള്ളിയിലേക്ക് പോയി, ഇങ്ങനെ പോയി, അങ്ങനെ പോയി വന്ന് കഴിഞ്ഞപ്പം കട്ട് പറഞ്ഞു. ഭയങ്കര കയ്യടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ വിളിച്ച എല്ലാ ദൈവങ്ങളോടും, എൻ്റെ ഗുരുനാഥന്മാരോടും, എൻ്റെ അച്ഛനമ്മമാരോടും ഒക്കെ താങ്ക്സ് പറഞ്ഞു. കാരണം 2 കിലോ വെളുത്തുള്ളി മേടിച്ചത് തമ്പുരാമയ്യ സാറ് വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളത് എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ സാർ അവിടെ ഇരുന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു, ലാംഗ്വേജും കൂടെ തെരഞ്ഞിരുന്ന വടപളനി ടെമ്പിളിൻ്റെ കുളം ഒഴിച്ചെല്ലാം വാങ്ങിടും, ഞാൻ എല്ലാം മേടിക്കുമെന്ന്, ലാംഗ്വേജും കൂടെ തെരഞ്ഞിരുന്നാലെന്ന്. പക്ഷേ ലാംഗ്വേജ് ഇവിടെ ഒരു പ്രശ്നമല്ല, പുള്ളി ആ പറഞ്ഞ പറച്ചിലിൽ പുള്ളി അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. പക്ഷേ ഈ എവിടെയാണെങ്കിലും ശരി, നമ്മളിപ്പോൾ ചിലപ്പോൾ ചെന്ന് പെട്ടതോ അല്ലെങ്കിൽ നമ്മൾ ചെന്ന് വർക്ക് ചെയ്തതോ എല്ലായിടത്തും നല്ല അഭിപ്രായങ്ങൾ മേടിച്ച് പോരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എവിടെയോ നമുക്ക് ഒരു ചെറിയ ഒരു നിർഭാഗ്യം, ഒരു അൺലക്ക് എവിടെയോ നമ്മുടെ പുറകെ കിടന്ന് കളിക്കുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ വിജയുടെ പടം ചെയ്തു, ചേരൻ സാറിൻ്റെ തിരുമണം ചെയ്തു, പിന്നെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ്റെ തമിഴ് ചെയ്തു. അപ്പം മനോബാല സാർ മരിച്ചുപോയി, അവിടുത്തെ വലിയ ഡയറക്ടറും നടനും ഒക്കെ ആയിരുന്നു. സാറായിരുന്നു സലീമേട്ടൻ്റെ റോളിന് പകരം ചെയ്തത്. ആ പടം റിലീസായിട്ടില്ല, അതെന്തൊക്കെയോ കുറച്ച് എന്തോ പ്രോബ്ലം ഉണ്ട്. പക്ഷേ അത് അടിപൊളിയായിട്ട് നാദിഷ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പം അടിപൊളിയായിട്ട് അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ തമിഴ് പടം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ബാലാസാറിൻ്റെ പടം അടക്കം പല പടങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ റെമ്യൂണറേഷൻ നമ്മുടെ വിജയുടെ ഭൈരവ ചെയ്യുമ്പോൾ അതിലെ പലർക്കും എൻ്റെ റെമ്യൂണറേഷൻ അറിഞ്ഞായിരുന്നു. ഞാൻ ഇത്രയും കുറച്ചാണ് റെമ്യൂണറേഷനിലാണ് ഞാൻ അഭിനയിച്ചതെന്ന് അറിഞ്ഞായിരുന്നു. അപ്പോൾ അതിലെ ആൾക്കാരാണ് ചെന്നിട്ട് ഇങ്ങനെ സിമ പുള്ളിക്കാരി നന്നായിട്ട് പെർഫോം ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇവരെല്ലാം പറഞ്ഞത് ആ റേറ്റാണ്, ആ റെമ്യൂണറേഷനാണ് ഇവരെല്ലാം ഈ വിളിച്ച 1-2 പടത്തിൻ്റെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ വീണ്ടും അതേ റെമ്യൂണറേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിയാവത്തില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ആ 2-3 പടങ്ങൾ വിട്ടു. പിന്നെ അങ്ങനെ തമിഴ് പടം ഒരു ബമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു പടം, ആ പടം ചെയ്തു. പക്ഷേ ഈ ചേരൻ സാറിൻ്റെ പടം ചെയ്തപ്പോഴും അതുപോലെ വിജയുടെ പടം ചെയ്തപ്പോഴും വിജയ്ക്കുമായിട്ട് ഒരുപാട് അങ്ങനെ സംസാരിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല.
പുള്ളി ഒരു മൂഡി ടൈപ്പാണ്. അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരിതല്ല. അപ്പോൾ അവരൊരുപാട് സംസാരിച്ചില്ലെങ്കിൽ നമുക്കും ഒരിക്കലും അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്ന് നിന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്പേസ് അവിടെ കിട്ടിയിട്ടുണ്ട്. ആ സ്പേസിൽ നിന്നിട്ടാണ് നമ്മൾ ആ വർക്ക് ചെയ്തത്. അപ്പം എൻ്റെ ഒരു നമ്മുടെ ഈ സിനിമയുടെ ആ ഒരു പോക്കിൽ ഇപ്പോൾ സിദ്ദിഖേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തതും, ഷൈൻ്റെ കൂടെ വർക്ക് ചെയ്തതും, ബേസിലിൻ്റെ കൂടെ വർക്ക് ചെയ്തതും, നാദിഷയുടെ കൂടെ വർക്ക് ചെയ്തതും, ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ വ്യക്തിത്വങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിട്ട് ചിലപ്പം സിനിമ തമിഴ് ചെയ്യുന്നില്ലേ, മലയാളം ചെയ്യുന്നില്ലേ, അപ്പം നിറയെ പൈസ കിട്ടുന്നില്ലേ, ഇപ്പം ഇത്രയും പൈസയൊക്കെ കിട്ടിയിട്ട് ഈ പൈസയൊക്കെ കൂടെ എവിടെ കൊണ്ട് വെക്കുകയാണ്, ഇങ്ങനെയൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. ഇഷ്ടംപോലെ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടാവുമല്ലോ, എത്ര വർഷമായി, 40-40 വർഷമായില്ലേ ഈ ഫീൽഡിൽ നിന്നിട്ട് എന്നിങ്ങനെ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പം ഈ പൈസയുടെ കാര്യത്തിലേക്ക് എൻ്റെ മനസ്സ് വന്നപ്പം എനിക്കൊന്ന് ബാല്യത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കത് പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്ന് പോകുന്നത്. എന്നും അച്ഛൻ്റെ ഒരു ചെറിയ കടയുടെ വരുമാനത്തിൽ നിന്നും, അതുപോലെ അമ്മ ഈ നാടകത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഒരിക്കലും നമുക്ക് ഒരു നല്ല രീതിയിൽ നമുക്കൊരിക്കലും ജീവിക്കാൻ സാധിച്ചിട്ടില്ല. ചെറിയ രീതിയിൽ തട്ടിയും മുട്ടിയും ഓരോ വാടക വീടുകളിൽ നിന്നും ഓരോ വാടക വീടുകളിലേക്ക് മാറി പോകുന്ന അങ്ങനെ ഒരു നാടോടി പോലത്തെ ഒരു ലൈഫായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. കാരണം മുണ്ടക്കയം പോലുള്ള സ്ഥലത്തിന് വലിയ വിലയൊന്നുമില്ല. എന്നാലും ഒരു 5 സെൻറ്റ് ഭൂമി മേടിക്കാനോ ഒരു ചെറിയ വീടുണ്ടാക്കാനോ ഉള്ള സാമ്പത്തികമൊന്നും അപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ബാല്യകാലത്തെ ആ ഒരു ടൈമിലെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അമ്മ നാടകം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരുപാട് പേര് മുറ്റത്തുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അതിലാ കണ്ണ് ഇല്ലാത്ത ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളി ഒരു ദിവസം വന്നപ്പം കുറച്ച് നേന്ത്രക്കൊലയും കുറച്ച് കപ്പയും കുറച്ച് ചക്കയും ഒക്കെ കൊണ്ട്, ചേന ഒക്കെ കൊണ്ട് ഒരു ചാക്കിനകത്ത് ഇതൊക്കെ കൊണ്ടാണ് വന്നേക്കണേ. അപ്പോൾ നമ്മൾ ഞെട്ടി. അപ്പോൾ ഇത് എവിടുന്ന് കിട്ടി? മുത്തൻ നാരനെന്ന് തോന്നുന്ന പേര്. ഞാൻ കുഞ്ഞതല്ലേ, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർക്കാൻ പറ്റണില്ല. അപ്പോൾ ഇത് എവിടുന്നാന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്ക് വീടുണ്ട് എരുമേലിയിൽ. പുള്ളിക്ക് 10-15 സെൻറ്റോളം സ്ഥലമുണ്ട്. പുള്ളിയുടെ പറമ്പിലുണ്ടായ സാധനമായിട്ടാണ് പുള്ളി അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പം നമ്മുടെ അവസ്ഥ, നമ്മൾ വാടക വീട് തോറും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. ഒന്നീന്ന് ആ വാടക വീടിൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ അടുത്തതിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കഷ്ടിച്ച് കടന്നു പോകാവുന്ന, കാരണം അമ്മയ്ക്ക് നാടകം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കടയിൽ നിന്ന് വലിയ വരുമാനം കിട്ടാതെ വരുമ്പോൾ ഒരു പട്ടിണി എന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല, എന്നാലും ആ ഒരു അവസ്ഥയിലേക്ക് ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട്. കാരണം എൻ്റെ ചേച്ചിക്ക് എന്നെക്കാട്ടിലും 10 വയസ്സിന് മൂത്തതാണ്. അപ്പോൾ ചേച്ചി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ചോറ് വെച്ച് കഴിഞ്ഞാൽ അല്ലെ കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ഞിയിൽ നിന്നും ചിലപ്പോൾ കുറച്ച് ചോറ് എടുത്ത് ഇപ്പം നിനക്കും എനിക്കുമൊക്കെ മാറ്റി വെക്കും. അതായത് എനിക്കും എൻ്റെ അണ്ണനും ബ്രദറിനും. എന്നിട്ട് മിക്കവാറും അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ കുടിക്കുന്നത് പിന്നെ ഇങ്ങനെ ഈ കഞ്ഞിവെള്ളം അതാണ് കുടിക്കുന്നത്. അപ്പം അങ്ങനെയായിരുന്നു നീ, അതായത് സീമയൊക്കെ വളർന്നു വന്നത് എന്ന് എപ്പോഴും ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും ഇന്നും 1 മണി അരി 1 മണിയുടെ ചോറ് വേസ്റ്റ് ആയാലോ, അല്ലെങ്കിൽ ഒരു വെറുതെ വേസ്റ്റാക്കി ഒരു ആഹാരം കളഞ്ഞാലോ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അത് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി ഞാൻ സമ്മതിച്ചിട്ടില്ല. കാരണം അത്രയും ഒരു അവസ്ഥയിലായിരുന്നു
ആ ഒരു ദാരിദ്ര്യത്തിൻ്റെ വക്കിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. പക്ഷെ പുറം ലോകത്തെ ഒരിക്കലും അറിയിക്കുകയോ അതിനു വേണ്ടി ചെന്നിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്നിട്ട് കൈനീട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അപ്പോഴും നമ്മൾ ആ ഒരു ചേർത്തല സുമതി ചേച്ചിയുടെയും അല്ലെ പിള്ളേച്ചൻ്റെയും മക്കളായിട്ട് അല്ലെ മകളായിട്ട് ആ ഒരു പൊസിഷനിൽ തന്നെയാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ മഠം സ്കൂളിലാണ് പഠിച്ചിരുന്നത് കൊണ്ട് ഭയങ്കര വലിയൊരു പൈസ കൊടുത്തിട്ട് പഠിക്കേണ്ടുന്ന ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല. അപ്പം ഈ ചെറുതിലെ കടപ്പാട് എന്ന് പറഞ്ഞ ഒരിത് എൻ്റെ വളർച്ചയിൽ എനിക്ക് അങ്ങനെ ഒരു കടപ്പാടല്ലേ, നമ്മളെ ഇത്രയധികം സഹായിച്ച ഒരാൾക്കാർ അവിടെ ഉണ്ടല്ലേ. മുണ്ടക്കയം നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ഇടുക്കി ജില്ലയുടെ ബോർഡർ മുണ്ടക്കയം എന്ന ഗ്രാമത്തിലാണ്. അപ്പം ആ മുണ്ടക്കയത്ത് എല്ലാം നമ്മുടെ സ്വന്തക്കാരായിരുന്നു. അല്ലാതെ നമ്മളെ പിടിച്ചുയർത്തിക്കൊണ്ട് പോയി ഒരു പൊസിഷനിലേക്ക് നമ്മളെ എത്തിച്ചു എന്ന് പറയാൻ തക്ക ഒരു കടപ്പാട് നിറഞ്ഞ ആൾക്കാരില്ല. പക്ഷേ എല്ലാം നമ്മുടെ സ്വന്തമാണ്. ഇന്നും എനിക്ക് മുണ്ടക്കയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവിടുന്ന് പോന്നിട്ട് ഇത്ര വർഷമായെങ്കിൽ പോലും ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ കാണാൻ പോവാറുണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണാൻ പോവാറുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം പോവാറുണ്ട്. അപ്പം ഞാൻ ഈ കടപ്പാടിലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മ ഇനി ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അമ്മയുടെ ലൈഫിൽ അമ്മയ്ക്കൊരു കടപ്പാട് ആരോടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും അമ്മ ഏക മകളായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ, കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായപ്പം അപ്പൂപ്പൻ വേറെ വിവാഹം കഴിക്കുകയും അതുപോലെ തന്നെ അമ്മൂമ്മയുടെ ആ ഒരു അണ്ടറിലാകുകയും അമ്മൂമ്മ വളരെ നേരത്തെ മരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയുടെ വളർച്ചയും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അമ്മ വളർന്നു വന്നത്. അപ്പം എവിടെയോ ഒരു കഴിവ് അമ്മയ്ക്കുണ്ടായിരുന്നത് കൊണ്ട് 9-ാം വയസ്സിൽ അമ്മ അഭിനയം തുടങ്ങിയെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. 9 വയസ്സുള്ളപ്പം അമ്മ അഭിനയം തുടങ്ങിയെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ചെറുതിലേ മുതലേ അമ്മ കഷ്ടപ്പെട്ട് വളർന്ന് വന്ന് ഈ ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് അപ്പൂപ്പൻ്റെ കൂടെ ഈ നാടകങ്ങളിലൊക്കെ അമച്ചർ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാനായിട്ട് മുണ്ടക്കയം എന്ന സ്ഥലത്തേക്ക് വരികയും അവിടെ ഇങ്ങനെ തിലകൻ ചേട്ടനൊക്കെ ആയിരുന്നു ആ നാടക ക്യാമ്പുകളിലെ മെയിൻ ആൾ. തിലകൻ ചേട്ടനൊക്കെ ആയിരുന്നു. അങ്ങോട്ട് വരികയും അവിടെ താമസിച്ചിട്ടാണല്ലോ നാടകമൊക്കെ നമ്മൾ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈ നാടകത്തിന് വന്നും പോയും അറിഞ്ഞോ അറിയാതെയോ ഈ ചേർത്തല സുമതിയിൽ നിന്നും, അത് മരണം വരെ ചേർത്തല സുമതിയായിട്ട് തന്നെയായിരുന്നു നിന്നിരുന്നതെങ്കിലും നാട് അറിഞ്ഞോ അറിയാതെയോ മുണ്ടക്കയമായി മാറുമായിരുന്നു അമ്മയുടെ നാട്. അപ്പോൾ അച്ഛൻ കരുനാഗപ്പള്ളിക്കാരനാണ്, എൻ്റെ അച്ഛൻ കരുനാഗപ്പള്ളിക്കാരനാണ്. അപ്പോൾ അച്ഛൻ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളോ എന്തൊക്കെയോ ആയി അച്ഛൻ വന്ന് സെറ്റിൽ ചെയ്തത് മുണ്ടക്കയത്താണ്. അപ്പം അച്ഛനും അമ്മയും കൂടി അവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നതും വിവാഹിതരാകുന്നതും. ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ മക്കൾ അവിടെ വെച്ചിട്ടാണ് ജനിക്കുന്നതും. അങ്ങനെയാണ് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പിള്ളേച്ചനും ഗോപിനാഥൻ പിള്ളയും ചേർത്തലയിൽ നിന്നുള്ള സുമതിയും കൂടി ഒരുമിച്ച് വന്ന് മുണ്ടക്കയത്ത് ഒരു ജീവിതം തുടങ്ങുന്നത്. അപ്പം നോക്കുമ്പോൾ അവരുടെ ലൈഫിലും അവരെ പിടിച്ചു നിർത്താനോ പിടിച്ചുയർത്തിക്കൊണ്ട് വരാനോ അല്ലെങ്കിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് പോകാനോ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കഥ പറഞ്ഞു വരുമ്പോൾ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ഒരു ചെറിയ കഥ, അതെൻ്റെ അമ്മയുടെ മനസ്സിനെക്കുറിച്ചുള്ള ഒരു കഥയാണ്. കരുനാഗപ്പള്ളിയിൽ ഒരു പാലിയേറ്റീവിൻ്റെ ഒരു ക്ലബിൻ്റെ ഒരു ഇനോഗ്രേഷന് പോയി. അന്ന് തിലകൻ ചേട്ടനും ഞാനുമാണ് അവിടുത്തെ ഉദ്ഘാടകനും മുഖ്യ അതിഥിയും. അപ്പോൾ ഞാൻ തിലകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പേടിയാണ്. കാരണം എപ്പോഴെന്നതാണ് പറയണതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ദേഷ്യം വന്നാൽ വല്ലതൊക്കെ വിളിച്ചു പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വളരെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പം കരുനാഗപ്പള്ളിയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. വന്നു, ഞാനിങ്ങനെ നോക്കി, ഒരു പരിചയം ഇല്ലാത്തതുപോലെ വന്ന് അപ്പുറത്തിരുന്ന്. അപ്പം എനിക്ക് തൊഴുതാ
എന്തിനാ നീ തൊഴുന്നതെന്ന് ചോദിക്കും, ചിലപ്പം നല്ല മൂഡ് ശരിയല്ലെങ്കിൽ. അപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, നോക്കി ഒരു ചെറിയ ചിരി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കി ചിരിക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ കണ്ണിൻ്റെ കോണിൽ കൂടെയാണ് ഞാൻ നോക്കുന്നത്, ഇങ്ങനെ നോക്കാനും പേടിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഉദ്ഘാടന പ്രസംഗത്തിന് എഴുന്നേറ്റ് അവിടെ നിന്ന് ഉദ്ഘാടന പ്രസംഗം തുടങ്ങി വന്ന് ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാല്യകാലത്തിലേക്കും ഇടയ്ക്കിടയ്ക്ക് പുതിയ കാലത്തിലേക്കും പോകുന്നത് പോലെ തന്നെ തിലകൻ ചേട്ടൻ പറഞ്ഞ്, ഇത്രയും പ്രസംഗിക്കുമ്പോൾ എനിക്കൊരു പഴയ കാലത്തിലേക്ക് പോകാതിരിക്കാൻ വയ്യാന്ന് പറഞ്ഞു. അതൊരു കഥ ഞാൻ പറയാം. അത് ഞാൻ ഈ വേദിയിൽ പറഞ്ഞില്ലെങ്കിൽ അവളുടെ ആത്മാവ് പോലും പൊറുക്കില്ല എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുക. അപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്ത് ഞങ്ങളിങ്ങനെ നാടകസമിതി നടക്കുന്ന കാലത്ത് ഒരു അച്ഛൻ്റെ കൈയും പിടിച്ച് ഒരു പെൺകുട്ടി, ഇത് 10-20 വയസ്സ് കാണുമായിരിക്കും അപ്പം അമ്മയ്ക്ക്. അങ്ങനെ പെൺകുട്ടി അവിടേക്ക് വന്നു, ആ നാടക ക്യാമ്പിലേക്ക് വന്നു. നല്ലപോലെ അവൾ അഭിനയിക്കുകയും നന്നായിട്ട് പാടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ നാടക ക്യാമ്പൊക്കെ പിരിച്ചു വിടേണ്ടുന്ന സമയമായപ്പം കയ്യിൽ പൈസയില്ല. പൈസ ഇല്ലാതെ വന്നപ്പം ആ പെൺകുട്ടിയുടെ കയ്യിൽ കിടന്ന ഒരു മോതിരമേ ഉള്ളൂ. സ്വർണമെന്ന് പറയാൻ ആ ഒരു മോതിരം മാത്രമേ കയ്യിലുള്ളൂ. അപ്പം ആ മോതിരം ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ കയ്യിൽ. ആ മോതിരം ഊരി തന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് വിറ്റിട്ട് പിരിച്ചുവിടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തിലകൻ ചേട്ടൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു അതുല്യ കലാകാരിയായിരുന്നു, ചേർത്തല സുമതി. അവളിന്ന് ജീവിച്ചിരിപ്പില്ല. അവൾ മരിച്ച് തലയ്ക്ക് മുകളിൽ അവൾ നിൽക്കുന്നുണ്ട്. അവളുടെ ഇളയ മകളാണ് ഈ വേദിയിലിരിക്കുന്ന സീമാജി നായർന്ന്. അപ്പോൾ പുള്ളി ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ച് അല്ലെങ്കിൽ ഭയങ്കര ഗൗരവത്തോടെ പുള്ളി ഇവിടെ വന്നിരുന്നെങ്കിലും പുള്ളി ഈ പ്രസംഗത്തിൻ്റെ പാതി വഴിയിൽ എൻ്റെ അമ്മയുടെ ആ നന്മ മനസ്സിനെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ജീവിത കഥയിലെ ഏതോ ഒരു പേജിൽ ഞാൻ അവളെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. തിലകൻ ചേട്ടൻ അവിടെ ആ സ്റ്റേജിൽ നിന്നിട്ട് പ്രസംഗിച്ചു. ഞാൻ കുറച്ച് ലെജൻസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ലളിത അമ്മ, കവീർപ്പന്നുമാമ, സുകുമാരി അമ്മ ഒക്കെ ഞാൻ എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോ ക്യാരക്ടേഴ്സാണ്, കൂടെ ചേർത്ത് നിർത്തുന്ന കഥാപാത്രങ്ങളാണ് എല്ലാം. പക്ഷേ സുകുമാരി അമ്മയോട് എനിക്ക് കുറച്ചുകൂടെ അടുപ്പമുണ്ട്. കാരണം സുകുമാരി അമ്മയിൽ നിന്നും കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അമ്മ എപ്പോഴും ഷൂട്ടിങ്ങിന് വരുന്നത്, അമ്മയെക്കുറിച്ച് ഓർക്കുമ്പം